ബഹുമാന്യരായ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. 1950 ജനുവരി 26-നാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണക്രമത്തിലേക്ക് മാറിയത്. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ഈ ദിനത്തിലാണ്. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ജോർജ് ആറാമൻ രാജാവാണ് ഇന്ത്യ രാജ്യത്തിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. ഗവർണർ ജനറലായി സി രാജഗോപാലാചാരി ഇക്കാലയളവിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. 1950 ജനുവരി 26-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം. റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധി മാത്രമാണ് ഭരണകർത്താക്കൾ. ലോകത്തെ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഭാരതമാണ്. റിപ്പബ്ലിക് ദിനാഘോഷം എന്നാൽ 3 ദിവസത്തെ ഉത്സവമാണ്. ജനുവരി 29-ന് ബീറ്റിംഗ് റീട്രീറ്റ് പരിപാടിയോട് കൂടിയാണ് നമ്മുടെ ആഘോഷങ്ങൾക്ക് അവസാനമാകുന്നത്. 1955-ൽ രാജ്പഥിൽ ആയിരുന്നു ആദ്യ പരേഡ്. ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. രാഷ്ട്രപതി ഭവന് സമീപമുള്ള റൈസീന ഹില്ലിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വഴി ചുവപ്പ് കോട്ടയിലേക്കാണ് ഘോഷയാത്ര നടത്തുന്നത്. കര, നാവിക, വ്യോമസേനാംഗങ്ങളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടാകും. പരേഡിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകളും നൃത്തങ്ങളും ഉണ്ടാകും. രാജ്യ തലസ്ഥാനത്തോട് കിടപിടിക്കില്ലെങ്കിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. സംസ്ഥാന ഗവർണർമാരാണ് പതാക ഉയർത്തുന്നത്. നാനാജാതി മതസ്ഥർക്കും ഭയരഹിതമായി ഇവിടെ വസിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് എല്ലാ പൗരന്റെയും കടമയാണ്. ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല, മറിച്ച് പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതകളുമാണ് ഇന്ത്യയുടെ സവിശേഷത. നാടിന്റെ പുരോഗതിക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. Thank you for watching. Please subscribe and share.